ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ഡിന്നറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി കൂട്ട് റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കൂട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 7 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് നന്നായിട്ട് വെന്ത് പോണ്ട ഈ ഒരു സവോള. അതുപോലെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിൻ്റെ പകുതി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവോളയുടെ ആ ഒരു ഗ്യാസ് കളഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആ ഒരു പുളിപ്പൊക്കെ പിടിച്ചു കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പച്ചമുളകിലും ആ ഒരു വിനാഗിരിയുടെ പുളിപ്പൊക്കെ പിടിച്ചു കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സവോള ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കരുത്. ഒരു മീഡിയം സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഉള്ളിയുടെ ഈ കട്ടിയുള്ള ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിൻ്റെ നെട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താലും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും അത്ര കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം കളഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി ആവശ്യമില്ല. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഈ ഒരു സബോള മുഴുവനായിട്ടും ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ നടുഭാഗത്തൊന്ന് കീറി കൊടുക്കാം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു പച്ചമുളക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നടുക്ക് മാത്രം ഒന്ന് കീറി കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ അളവിൽ ഉലുവയും 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു കൂട്ടിന് ഇതുപോലെ ചെറിയ ജീരകവും കൂടെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ്. ഇനി ഇതിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 20 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ 15 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സബോളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് വ്യത്യാസപ്പെടുത്താം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു ഉള്ളി വെന്ത് വരാനുള്ള ഈ ഒരു ഉള്ളിയുടെ ഒപ്പം നിൽക്കുന്ന അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നുകൂടി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കാനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ഡപ്പയിലാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് അച്ചാറൊക്കെ പോലെ തൊട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്. നമ്മൾ സാധാരണ അച്ചാർ പോലെയൊക്കെ കുപ്പിയിലാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഉണ്ടാക്കിയിട്ട് 1-2 മാസമൊക്കെ വേണമെന്നുണ്ടെങ്കിലും തൊട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയോ ഡിന്നറിന് ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു കൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല.
സൂക്ഷിച്ച് വെച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയും, അതല്ല ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ ചോറിന് വേണ്ടിയിട്ടോ ഒരു നേരത്തേക്കൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ഉപയോഗിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സവോള വെച്ചുള്ള ഒരു കിടിലൻ അച്ചാറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.